Hello engineers. പ്രോഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ് പറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സോളിഡ് പ്രൊഫഷണൽ സ്കിൽസ് അച്ചീവ് ചെയ്യാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് സർട്ടിഫൈഡ് സോളിഡ് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ ഫസ്റ്റ് ലെവലായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളിനെ പറ്റിയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ആ ടൂളിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. അപ്പൊ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതോടുകൂടി നമുക്ക് ഡ്രാഫ്റ്റിനെ പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുന്നതിനും ആ ഒരു സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായിട്ട് കോംപ്ലക്സ് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽറ്റഡ് സർഫസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു സോളിഡ് വർക്സിലുള്ള ഒരു ടൂളാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് ആക്ച്വലി രണ്ട് വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ടിൽറ്റഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിഞ്ഞ പ്രതലങ്ങൾ എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. ടിൽറ്റഡ് ആയിട്ടിരിക്കും, അതായത് ചരിഞ്ഞ പ്രതലമായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടിൽറ്റഡ് സർഫസിന്റെ ഒരു എക്സാമ്പിള്. ഇങ്ങനെയുള്ള ചരിഞ്ഞ പ്രതലങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു പ്ലാൻ, അതായത് നമ്മുടെ ആ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വൈസ് മെത്തേഡിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എൻഡ് റിസൾട്ടായിട്ട് നമുക്ക് നമ്മളുടെ മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു സ്കെച്ച് ഡ്രോ ചെയ്യുന്നു, അതിനുശേഷം അതിനെ എക്സ്ട്രൂഡ് ബോസ് ചെയ്യുന്നു, അതിനുശേഷം അതിൽ ഡ്രാഫ്റ്റ് ഫീച്ചർ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഈസി ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു മോഡലായിരിക്കും കിട്ടുക. അപ്പം ഇതിൻ്റെ ഡ്രോയിങ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. കാരണം സ്വന്തമായിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. പക്ഷെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് അനവധി മെത്തേഡുകളുണ്ട്. അത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചിന്തയിൽ നിന്ന് ഉദിക്കുന്ന ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. അവിടെയാണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം everyone has different thoughts and ideas, right? Okay, നമുക്കിനി നമ്മളുടെ സോളിഡ് വർക്സിലേക്ക് പോവാം. സോളിഡ് വർക്സ് അങ്ങനെ നമ്മളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ ചുമരെന്ന് പറയുന്നത് ഈ പ്ലെയിൻസുകളാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു പ്ലെയിൻസിനെ സെലക്ട് ചെയ്യുക. പ്ലെയിൻസിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഏതൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ചതുപോലെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഇട്ട് വെച്ചു. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻസിൽ തന്നെ ആയിരിക്കണം നമ്മളുടെ സോളിഡ് വർക്സ് കിടക്കുന്നത് എന്ന് ഉറപ്പിക്കലാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കിടക്കുന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. അപ്പം നമ്മളുടെ ഡയമെൻഷൻസിനെയാണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിൽ നിന്നും ഞാൻ മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇപ്പം നമ്മളുടെ ഡയമെൻഷൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് സ്കെച്ച് എന്ന കമാൻഡ് കൊടുക്കുന്നു. സ്കെച്ച് എന്ന കമാൻഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് വിസിബിൾ ആയിട്ട്, അതായത് നോർമൽ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ്. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ഡയമെൻഷൻ ഉള്ള ഒരു ഷേപ്പാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ റെക്റ്റാങ്കിൾ ടൂളിൽ സെലക്ട് ചെയ്യണം. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള റെക്റ്റാങ്കിൾ ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ്, ശരിയല്ലേ? അപ്പം നമുക്ക് ഒറിജിനുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനും കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മളുടെ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ റെക്റ്റാങ്കിൾ ആണ്. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കോർണർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സെൻറ്റർ റെക്റ്റാങ്കിൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. സെൻറ്റർ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒറിജിനുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഞാനൊരു സ്ക്വയർ വരയ്ക്കുന്നു. സ്ക്വയർ വരച്ചിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം നമുക്കിവിടെ നമ്മുടെ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാം, നമുക്കിവിടെ ഒരു 50 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഇത് ഡയമെൻഷൻസ് വരുന്നത്. അപ്പോൾ 50 മില്ലിമീറ്റർ രണ്ട് സൈഡിൽ മാനുവലായിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേഷനെ അപ്ലൈ ചെയ്തുകൊണ്ട് ദിസ് വൺ ആൻഡ് ദിസ് വൺ
റിലേഷനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിനെ ഈക്വൽ ആക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു ഒറ്റ ഒരു ഡയമെൻഷൻസ് കൊടുത്താലും മതിയാവുന്നതാണ്. 50 mm എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. അപ്പം നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫീച്ചേഴ്സിൽ വരിക, ബോസ് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് മുകളിലേക്കാണ് എക്സ്ട്രൂഡ് ആയിരിക്കുന്നത്. എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ആക്ച്വലി എനിക്ക് വേണ്ടത് താഴേക്കാണ്. ഓക്കെ, അപ്പോൾ താഴേക്ക് എക്സ്ട്രൂഡ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ജസ്റ്റ് ഒരു റിവേഴ്സ് ഡയറക്ഷൻ എന്നുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് വരും. അപ്പം നമുക്ക് ഇവിടെ ഡയഗ്രത്തിൽ നോക്കിയാൽ നമ്മളുടെ താഴേക്കുള്ള ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 50 mm ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 50 mm ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ താഴത്തേക്ക് 50 mm മാഗ്നിറ്റ്യൂഡിൽ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഈ ചെറിയൊരു ഇത് കാണുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഡ്രാഫ്റ്റ് ടൂൾ എന്ന് പറയുന്നത്. ഇത് ബോസ് എക്സ്ട്രൂഡിന്റെ കൂടെ തന്നെ വരുന്നതാണ്. ഇതല്ലാതെ മറ്റൊരു ഡ്രാഫ്റ്റ് കൂടിയുണ്ട്, അത് ഞാൻ നിങ്ങളെ ഇന്ന് തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റ് ടൂളിനെ സെലക്ട് ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടൂളാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പം നമുക്ക് ഇവിടെ ഔട്ട്വേഡിലാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ 45 ഡിഗ്രി ആണ്. അപ്പോൾ 45 ഡിഗ്രി ആംഗിളിൽ ഔട്ട്വേർഡ്സ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഡ്രാഫ്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ താഴത്തോട്ട് വീണ്ടും ഒരു 50 mm എക്സ്റ്റെൻഡ് ചെയ്യണം, ശരിയല്ലേ? എങ്കിലും നമുക്ക് നമ്മളുടെ ആ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം 50 mm എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്നില്ലെങ്കിൽ ഇവിടെ ഒരു പ്ലെയിനിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്ലെയിനിൽ ഇതേ കണക്കത്തെ ഒരു 50 mm സ്ക്വയർ ഡ്രോ ചെയ്തിട്ട് നമുക്കതിനെ എക്സ്ട്രൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിലും എളുപ്പമായിട്ടുള്ള ഒരു ടൂൾ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ആ ടൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് എൻറ്റിറ്റി എന്നുള്ള ഒരു ടൂളാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണോ ഉപയോഗിക്കേണ്ടത് ആ ഒരു ഫേസിൽ ആദ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്കെച്ച് സെലക്ട് ചെയ്യുക. സ്കെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ കൺവേർട്ട് എൻറ്റിറ്റി ടൂള് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ സ്കെച്ചിലേക്ക് ഈ ഒരു എൻറ്റിറ്റിയുടെ ഔട്ടർ ഡയമെൻഷൻസ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഫീച്ചേഴ്സിൽ വരിക, എക്സ്ട്രൂഡ് ബോസ് കൊടുക്കുക, താഴത്തോട്ട് എത്ര മില്ലിമീറ്റർ 50 mm തന്നെ നമ്മൾ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സിമ്പിൾ. ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ശരിയല്ലേ? ഇനി ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പിനും. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഒരു സ്കെച്ച് എടുക്കുന്നു, അതിനുശേഷം കൺവേർട്ട് എൻറ്റിറ്റി സെലക്ട് ചെയ്യുന്നു, ഫീച്ചേഴ്സിൽ വരുന്നു, എക്സ്ട്രൂഡ് ബോസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ താഴത്തോട്ട് വീണ്ടും സ്വാഭാവികമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടിൽറ്റ് ചെയ്യണം, ചരിക്കണം, ചരിഞ്ഞ പ്രതലങ്ങൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ടൂളിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എന്തുമാത്രം ആംഗിളിലാണോ അത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡയഗ്രാം അനുസരിച്ചിട്ട് 45 ഡിഗ്രി തന്നെയാണ്. 45 ഡിഗ്രി ഔട്ട്വേർഡ്സിലാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ഡ്രാഫ്റ്റ് ഔട്ട്വേർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ മൂന്നാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രാഫ്റ്റ് ഔട്ട്വേർഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ കൊടുക്കുന്നു. നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 46.16 ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ 46.16 ഡയമീറ്ററിലുള്ള ഒരു സർക്കിൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഫേസ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇത് തന്നെ സെലക്ട് ചെയ്യുക. അതിനകത്ത് സ്കെച്ച് കൊടുക്കുക. സ്കെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കണം. സെൻട്രൽ ലൈനെ പറ്റിയൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സെൻട്രൽ ലൈൻ വരച്ചു. സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം ഇതിപ്പോൾ സെൻട്രൽ ലൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് സെൻറ്റർ പോയിന്റ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ലൈൻ കൂടി വരയ്ക്കാം. ജസ്റ്റ് ഡയഗണലായിട്ട് വീണ്ടും ഒരു ലൈൻ കൂടി വരച്ചു. നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സർക്കിൾ എടുക്കുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു, എസ്കേപ്പ് ഞെക്കുന്നു, അതിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കുന്നു. 46.16 ആണ് ഇതിൻ്റെ. നമ്മളത് എൻ്റർ ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ
ഈ വരച്ച സർക്കിളിനെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രൂഡ് ബോസ് ചെയ്യുന്നു, അതായത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതൊരു 25 കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു, ശരിയല്ലേ? ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണ് നമ്മളുടെ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ടൂളിനെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ ടൂളാണ്. അപ്പോൾ ആ ടൂൾ കിടക്കുന്നത് ഇവിടെ ആയിട്ടാണ്. ഇതും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അതായത് ഒരു സർഫസിനെ ചരിച്ച് വെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരെണ്ണം ന്യൂട്രൽ പ്ലെയിൻ ആയിരിക്കും, ഒരെണ്ണം നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ഫേസ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്ത് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ന്യൂട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റമൊന്നുമില്ല. ആ ഒരു പ്ലെയിനിൽ നിന്നും ഈ ഒരു ഇതിലേക്കുള്ള ആംഗിൾ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ന്യൂട്രൽ പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഫേസ് ആണ്. അതിനുശേഷം ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫേസിനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. സോ അതിനെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കതിനെ ഒരു 45 ആംഗിളിൽ കൊടുത്തു നോക്കാം. നമുക്ക് എത്ര ആംഗിളിലാണോ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ് ആ ഒരു ഇത് ഡ്രാഫ്റ്റ് ആയിരിക്കുന്നത്. ഇനി ഏത് ഡയറക്ഷനിൽ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഡയറക്ഷനിൽ വേണം ഡ്രാഫ്റ്റ്, ഇൻവേർട്സ് വേണോ ഔട്ട്വേർഡ്സ് വേണോ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് ആംഗിൾ എന്ന് പറയുന്നത് ഒരു 25 കൊടുത്തു നോക്കാം. നമ്മളുടെ ആ സെയിം പിക്ചറിന്റെ ഇതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് റീബിൽഡ് ചെയ്യുന്നു. ആ ഒരു ഡയമെൻഷൻ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ മാനുവലായിട്ട് കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. വീണ്ടും ഞാൻ എഡിറ്റ് ഫീച്ചേഴ്സിൽ വന്നിട്ട് ഡ്രാഫ്റ്റിന്റെ ആംഗിളിനെ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. കുറച്ച് കൊടുക്കുക. ഓക്കെ 20 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു പിക്ചറിലുള്ളതുപോലെ തന്നെയുള്ള ഒരു ഷേപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഡ്രാഫ്റ്റിനെ ഇപ്പുറത്തുകൂടി വരുത്തണം, ശരിയല്ലേ? അപ്പൊ അതിനെ നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഷേപ്പിനെ ഇതേപോലെ തന്നെ ഇപ്പുറത്ത് ഡ്രോ ചെയ്തെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ മിറർ എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കൂടുതൽ കോംപ്ലിക്കേഷൻ വരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ സ്കെച്ചിൽ വരുന്നു, ഒരു സെൻട്രൽ ലൈൻ ഡ്രോ ചെയ്യുന്നു. അതിനു മുമ്പ് നിങ്ങളിവിടെ സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ ഇവിടെ വന്നിട്ട് സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ പ്രോപ്പറായിട്ട് ആ സെൻറ്റർ തന്നെ കിട്ടും. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. 46.16 എന്നുള്ള ആ ഒരു ഡയമെൻഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സ്മാർട്ട് ഡയമെൻഷൻസിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് ഫീച്ചേഴ്സിനെ അപ്ലൈ ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഏത് ഫേസ് ആണ്, ഈ ഒരു ഫേസ് ആണ് ന്യൂട്രൽ പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യേണ്ടത്. ഏത് ഫേസ് ആണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, അതായത് ടിൽറ്റ് ചെയ്യേണ്ടത് ഈ ഫേസ് ആണ്. എത്ര ഡിഗ്രി ആണ്, ഒരു 25 കൊടുക്കാം. 25 കൊടുക്കുന്നു, അപ്ലൈ കൊടുക്കുന്നു. അപ്ലൈ കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതങ്ങനെ ചരിച്ച് ഡ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊരു സ്ക്വയർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ ടു ആക്കുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെൻറ്റർ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇത് വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 25 mm ആണ്. സ്മാർട്ട് ഡയമെൻഷൻ 25 നമുക്കവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. സ്മാർട്ട് ഡയമെൻഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഫീച്ചറിൽ വന്നിട്ട് അതിനെ ബോസ് എക്സ്ട്രൂഡ് ചെയ്യുക. 25 ഓക്കെ. അപ്പോൾ ബോസ് എക്സ്ട്രൂഡ് ചെയ്തു. ഇനിയിപ്പം ഈ ഒരു ഷേപ്പിനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂട്രൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഫേസ് ആണോ കട്ട് ചെയ്യേണ്ടത് ആ ഫേസ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് ഈ ഒരു പ്ലെയിനുമായിട്ട് 45 ഡിഗ്രി ആംഗിൾ വരണം എന്നുള്ളതാണ് നമ്മളുടെ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഉള്ളത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് 45 സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കൂടുതലായിട്ട് കട്ട് ചെയ്ത് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളെ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും 45 അല്ല 22 ഡിഗ്രി ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. 22 ഡിഗ്രി കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ആ ഒരു ഇത് അപ്പിയർ ആയിട്ടില്ല എന്നുള്ള കാര്യം. കാരണം ഡ്രാഫ്റ്റ് നമ്മൾ അതിൻ്റെ ഒന്നുകൂടി എടുത്തിട്ട് ഫേസ് 1 ഫേസ് 2 എല്ലാം ഓക്കെയാണ്. ഇവിടെ ജസ്റ്റ് ആംഗിൾ മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവുന്നതാണ്. ജസ്റ്റ് 22 ഓക്കെ. അങ്ങനെ 22 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ആ ഒരു മോഡലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പിയറൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഓർഗാനിക് എന്നുള്ളതിനകത്ത് വുഡ് എന്നുള്ളതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വുഡ്സിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഇതുണ്ടാകും. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നൽകാനുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കായിട്ടൊരു ബോണസ് ആയിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രൊഫഷണൽ മേഖലയിലുള്ള പലർക്കും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ലിങ്ക്ഡിനിൽ നമുക്ക് എങ്ങനെ ഒരു ബാഡ്ജ് സ്കോർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ, അതായത് സോളിഡ് വർക്സിന്റെ ബാഡ്ജ്, അത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം സോളിഡ് വർക്സിന്റെ ഒരു ബാഡ്ജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൽസ് എംപ്ലോയേഴ്സിന്റെ അടുത്ത് ഷോ ചെയ്യുന്നതിനുള്ള ഈസി ആയിട്ടുള്ള ഒരു വേ ആണ്. അപ്പം അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ആക്സസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് അത് എത്തിപ്പെടുന്നതിനും നിങ്ങൾക്ക് അതുവഴി നല്ലൊരു ഓഫർ ലഭിക്കുന്നതിനുമൊക്കെ തീർച്ചയായും സഹായകരമാവുന്നതാണ്. സമയപരിമിതി മൂലമാണ് എനിക്കത് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. തീർച്ചയായും ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.